ഹായ് എവ്രി വൺ. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കണ്ടന്റ് എന്താ അറിയോ? ഷുഗറിനെ കുറിച്ചിട്ടാണ്. ഷുഗർ എന്ന് പറയുന്ന പഞ്ചസാരയെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കണ്ടന്റ്. നമ്മൾ ഒരു മാസം ഷുഗർ കട്ട് ചെയ്താൽ, ഷുഗർ നിർത്തിയാൽ, പഞ്ചസാര മധുരം എന്ന ആ ഒരു ഉൽപ്പന്നം നമ്മൾ നിർത്തിയാൽ എന്താണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ശരീരത്തിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത്. അപ്പൊ എല്ലാവരും എന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോ വീഡിയോയിലേക്ക് പോകാം. അപ്പോ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ കാര്യം, മധുരം ഒരു മാസം നിങ്ങൾ നിർത്തിയാൽ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ മധുരം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിൽ ലഡു, ജിലേബി, അങ്ങനെയുള്ള ഒരുപാട് മധുരം ഉള്ള ഐറ്റംസ്, ഈ കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ്, അതിലൂടെ ഒരുപാട് മധുരം നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നുണ്ട്. ഈ മധുരം എന്ന് പറഞ്ഞ സാധനമാണ് ഗ്ലൂക്കോസ്. ആ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ, നമ്മള് വ്യായാമം ചെയ്യാത്തൊരു മനുഷ്യനാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അത് ഗ്ലൂക്കോസ് ആവശ്യമുള്ളിടത്തേക്ക് മാറ്റി എനർജിയാക്കി മാറ്റിയിട്ട് അതിൽ ആവശ്യമില്ലാത്ത ഗ്ലൂക്കോസ് അത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായി മാറിയിട്ട് അത് ഓരോ ഭാഗത്തേക്ക് പോകും. ഓരോ ഭാഗത്ത് പറ്റിപ്പിടിച്ച് അത് ഫാറ്റായി കൂടുതലാവുകയും ചെയ്യും. അപ്പോ ഈ ഫാറ്റ് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഒന്നെന്താ, നാട്ടില് ഇങ്ങനെ അറിയപ്പെട്ട് വരുന്നൊരു രോഗമാണ് ലിവർ ഫാറ്റ് എന്ന് പറയുന്നത്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഫാറ്റാണ് ഈ ലിവർ ഫാറ്റ് എന്ന് പറഞ്ഞത്. ലിവറിന്റെ ചുറ്റോറും ഫാറ്റ്, കൊഴുപ്പ് വന്ന് കൂടുന്നത്. അപ്പൊ ഈ ഫാറ്റ് എങ്ങനെ ഉണ്ടാവുന്ന വെച്ചാൽ മധുരത്തിലൂടെയാണ് ഈ ലിവർ ഫാറ്റ് ഉണ്ടാവുന്നത്. അപ്പോ ഈ ലിവർ ഫാറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ്. അതുകൊണ്ട് ഈ മധുരം എത്രത്തോളം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും അത്രത്തോളം കട്ട് ചെയ്ത് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോ ഈ മധുരം വളരെ ഡേഞ്ചർ ആണെന്ന് ഞാൻ പറയും. എങ്ങനെയുള്ളവർക്ക് ഷുഗർ, നമ്മള് അത്ലറ്റിക്കിലും അല്ലെങ്കിൽ സ്പോർട്സിലൊന്നും വാമപ്പ് ചെയ്യാത്തവരും അങ്ങനെ വർക്കൗട്ട് ചെയ്യാത്തവരും എന്നുള്ളവർക്കൊക്കെയാണ് ഈ ഷുഗർ അധികമായാൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അപ്പോ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു മാസം നിങ്ങളൊന്ന് ഷുഗർ ഒന്ന് കട്ട് ചെയ്തിട്ട്, മധുരമാണ് ഞാൻ പറഞ്ഞ റൈസിലൂടെ കിട്ടുന്നതും അല്ല ഫ്രൂട്ട്സിലൂടെ കിട്ടുന്ന മധുരത്തെ, അതിലെ ഉള്ള ഷുഗറിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. മധുരം, ഈ ക്രിസ്റ്റൽ, ആ മധുരം നിങ്ങൾ ഒഴിവാക്കിയാൽ, ഒരു മാസം ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം എന്താ നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും. അപ്പോ അതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാല്, ഒരു പരീക്ഷണത്തിന് ഇരയായി. എങ്ങനെയാന്ന് വെച്ചാല്, രണ്ട് സൈഡില് മൃഗങ്ങളെ മാറ്റി നിർത്തിയിട്ട്, കുറച്ച് മൃഗങ്ങളെ മാറ്റി നിർത്തിയിട്ട് ഒരു സൈഡില് മധുരം നൽകി, മധുരത്തിലുള്ള ഭക്ഷണങ്ങൾ നൽകി നമ്മളെ ഈ ഭാഗത്തുള്ള മൃഗങ്ങൾക്ക്. ഈ ഭാഗത്തുള്ള മൃഗങ്ങൾക്ക് ഈ കൊക്കൈൻ, പിന്നെ നമ്മളെ ഈ മയക്കുമരുന്നിന്റെ അങ്ങനത്തെ മയക്കുമരുന്ന് പോലുള്ള ഒരുപാട് മരുന്നുകൾ ഇതിന് കൊടുത്തു. കൊക്കൈൻ അങ്ങനത്തെ പോലുള്ള സാധനങ്ങൾ കൊടുത്തു. 30 ദിവസത്തോളം കൊടുത്തുകൊണ്ട് നിന്നു. രണ്ടാൾക്കും ഒരേപോലെ, രണ്ട് സൈഡിലെ മൃഗങ്ങൾക്ക് ഒരുപോലെ കൊക്കൈൻ, ഈ മധുരം കൊക്കൈനും കൊടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 30 ദിവസം കഴിഞ്ഞാൽ അത് നിർത്തിയപ്പോ ഏറ്റവും കൂടുതൽ മരണവെപ്രാളം കാണിച്ച മൃഗങ്ങൾ ഏതാണെന്നറിയും? നമ്മളെ മധുരം കൊടുത്ത മൃഗങ്ങൾക്കാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ എന്താ പറയാ, മരണവെപ്രാളം, എനിക്ക് ഇനിയും വേണമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാക്കുന്നത് ഈ സൈഡിലുള്ള മൃഗങ്ങളായിരുന്നു. അത് മധുരം. അതുകൊണ്ടാണ് ഞാൻ പറയും, ഈ മധുരത്തിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഈ മധുരം കൂടുതൽ കഴിച്ച് നമ്മളെ ശരീരത്തിൽ, നമ്മളെ തലച്ചോറിൽ ഒരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഹാപ്പി ഹോർമോൺ ഉണ്ടാക്കുമ്പോൾ, ഈ ഹാപ്പി ഹോർമോൺ എന്ന് പറഞ്ഞാൽ ഈ മധുരം കിട്ടാതിരുന്നാൽ വളരെ അധികം നമ്മളെ എന്താ പറയാ, നമ്മൾക്കൊരു എന്തോ പോലെ ഒരു പ്രോബ്ലം. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധുരം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഒരു മാസമെങ്കിലും മധുരം കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട്, എന്താണ് ഇതിന്റെ ഭവിഷ്യത്ത്, എന്താണ് ഇതിന്റെ ഉപകാരം എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ വളരെ ഉപകാരമാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു നല്ലൊരു പാഠമാവും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം ആണ് ഈ മധുരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. മധുരം എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചർ ആണ്, എന്നാൽ വളരെ ഉപകാരമുള്ള കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഈ മധുരത്തിലൂടെ. ഈ മധുരം എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞില്ലേ, ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതാണ് ഈ മധുരത്തിൽ നിന്ന്. അപ്പൊ ആ ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ മധുരം എന്ന പോലത്തെ ഒരുപാട് കാര്യങ്ങൾ, ഷുഗർ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായാലേ നമുക്ക് എനർജി കിട്ടും. മീൻസ് അത് ഷുഗർ കിട്ടുന്ന ഒരുപാട് നമ്മളെ ഭക്ഷ്യ വസ്തുക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഒന്ന്
ചോറിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കണ്ടന്റുള്ള ഒരുപാട് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. അതുകൂടാതെ കേൾക്കുന്ന ഈ ഷുഗർ ഉണ്ടല്ലോ, നമ്മള് മധുരം, ഈ കൊക്കോകോള അങ്ങനെയുള്ള കൂൾ ഡ്രിങ്ക്സ് എന്നുള്ള ഏത് ഡ്രിങ്ക്സിൽ നിന്നും അതിലൊക്കെ ഒരുപാട് ഇപ്പൊ 2-3 സ്കൂപ്പ് പഞ്ചസാരയാണ് ആ കൊക്കോകോളയിൽ ഇടുന്നത്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളതൊക്കെ കണ്ടറിഞ്ഞ് അതൊക്കെ കുടിക്കാതെ ഒരു മാസം നിങ്ങളൊന്ന് ഇതൊന്ന് കട്ട് ചെയ്ത് ഷുഗർ കട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോയി നോക്കിയാൽ എന്താണ് ഉപകാരം എന്ന് നിങ്ങളുടെ അനുഭവത്തിലൂടെ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യാം. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഒരു മാസം നിങ്ങൾ മധുരം കട്ട് ചെയ്തതിന് ശേഷം എന്താണ് ഇതിൽ നിന്ന് കിട്ടിയ ഉപകാരം എന്താന്ന് പറ്റുന്നവരുണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോ എന്റെ അക്കൗണ്ടിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലത് മാത്രം, നിങ്ങൾക്ക് ശരീരത്തിന് വേണ്ട നല്ല കാര്യങ്ങളാണ് ഞാൻ ഇടാൻ പോകുന്നതും ഇടുന്നതും ഒക്കെ. ഇപ്പൊ മറക്കണ്ട, ഷുഗർ കട്ട് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ നോക്കുക. ഷുഗർ എത്രത്തോളം കുറക്കാൻ പറ്റും അത്രത്തോളം കുറച്ചാൽ കുറച്ച് ആളുകൾക്കുണ്ടായ ഒരുപാട് ഉപകാരങ്ങളാണ്. ഒന്ന്, ഹൃദയത്തിന്റെ ഒരുപാട് രോഗങ്ങൾ മാറ്റാൻ ഇത് സഹായിക്കുന്നതാണ് ഷുഗർ. ഈ ഷുഗർ നിങ്ങൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഹൃദയാഘാതം എന്നുള്ള ഹൃദയത്തിന്റെ ഒരുപാട് രോഗങ്ങളൊക്കെ ഒഴിവാക്കാൻ വളരെ സഹായകരമാണ് ഈ ഷുഗർ ഒഴിവാക്കിയത്. അപ്പൊ എല്ലാവരും ഷുഗർ ഒഴിവാക്കി ബാക്കിയുള്ള ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഷുഗർ യൂസ് ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നോക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശരീരവും നല്ലൊരു ജീവിതവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഇനിയും നല്ലൊരു വീഡിയോ കൊണ്ട് ഞാൻ വരാം. അപ്പോ ഗുഡ് ബൈ.